അനിരുദ്ധ അർച്ചനയെയും കൊണ്ട് നേരെ വന്നത് ഒരു ഇരുനില വീട്ടിലേക്കായിരുന്നു. അവനെ കണ്ടതും സെക്യൂരിറ്റി ചിരിച്ചുകൊണ്ട് ഗേറ്റ് തുറന്നു നൽകി. അപ്പോഴേക്കും അവൻ വണ്ടിയുമായി അകത്തേക്ക് വന്നു. ചുറ്റും പച്ചപ്പിൽ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ ആ വീട് മാറ്റിയേക്കി. ഒരു സൈഡിൽ പല നിറത്തിലുള്ള പക്ഷിക്കൂട്ടങ്ങൾ കലപില കൂട്ടിൽ കിടന്ന് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. 4-5 വൈറ്റും മെറൂണ് നിറത്തിലുള്ള പൂച്ചകൾ അവരെ തന്നെ നോക്കി ഒരിടത്ത് കൂട്ടമായി നിൽക്കുന്നു. അവരഞ്ചും അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. അനിരുദ്ധ് ഇറങ്ങിയിട്ടും ഇറങ്ങാതെ അവനെ തുറിച്ചു നോക്കി നിൽക്കുന്ന അർച്ചനയെ അവൻ വിളിച്ചു. താനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? താൻ ഇറങ്ങുന്നില്ലേ? അർച്ചന വേഗം ഡോറ് തുറന്ന് അവൻ്റെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് ചോദിച്ചു. താനെന്താ എന്നെ വല്ല മ്യൂസിയത്തുമാണോ കൊണ്ടുവന്നേ? അതെ, ഇവിടെ പുരാവസ്തുക്കളെ ആവശ്യമുണ്ടെന്ന് ഇന്നലത്തെ ന്യൂസിലറിഞ്ഞു. തന്നെ ഇവരെ ഏൽപ്പിക്കാമെന്ന് വെച്ച് കൊണ്ടുവന്നതാ. എന്തേ? പുരാവസ്തു നിങ്ങളുടെ പെണ്ണും പിള്ള. ഞാൻ പറഞ്ഞു നിന്നെ, നീ തന്നെ ഓരോന്ന് പറയരുത് കേട്ടോ. തന്നെ എന്ന് ഞാൻ അത്രയും പറഞ്ഞ് അവന് നേരെ കരങ്ങൾ ചൂണ്ടിയ അവർക്ക് മുൻപിൽ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്നു. ഒപ്പം കാണാൻ ഐശ്വര്യം തുളുമ്പുന്ന ഒരമ്മയും ഇറങ്ങി വന്നു. അർച്ചന അവർ ആരെന്നുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് 5 പൂച്ചക്കുട്ടികളിൽ ഒരാൾ അവൻ്റെ കരങ്ങളിൽ തൂങ്ങിക്കയറി. അവൻ അതിനെ ഒന്ന് തലോടി മുത്തിയിട്ട് അവിടെ നിർത്തിയ ശേഷം അവരെ നോക്കി. ഓ വന്നു. നീ എവിടെയായിരുന്നു 2 ദിവസം? ജോലി എന്ന് പറഞ്ഞ് നടന്നാൽ മതിയല്ലോ നിനക്ക്. ഇങ്ങനെ ഒരാൾ നിനക്ക് വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നു എന്നൊരു വിചാരമുണ്ടോ? ഈ അമ്മ അപ്പോഴേക്കും പിണങ്ങിയോ? ഈ പിണക്കം മാറ്റാനല്ലേ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞാനിങ്ങ് എൻ്റെ മല്ലിക കുട്ടിയുടെ അടുത്തേക്ക് ഓടി വന്നത്. അവരുടെ താടിത്തുമ്പ് പിടിച്ചൊരു കൊഞ്ചലോടെ അവൻ പറയുമ്പോൾ അർച്ചന അമ്പരപ്പോട് അവരെ 2 പേരെയും മാറി മാറി നോക്കി. മല്ലിക അവൻ്റെ കരങ്ങൾ മാറ്റിക്കൊണ്ട് പറഞ്ഞു. അധികം നീ സോപ്പിട്ട് കൊഞ്ചിക്കേണ്ട കേട്ടല്ലോ. അത്രയും പറഞ്ഞവൻ മുൻപിലേക്ക് നോക്കുമ്പോൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന അർച്ചനയെയാണ് കണ്ടത്. മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നേ? ഇങ്ങ് വന്നേ. അവർ അവൾക്കടുത്തേക്ക് വന്ന് കരങ്ങൾ പിടിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ അവരെ അതിശയത്തോടെ നോക്കി. അമ്മയ്ക്ക് എങ്ങനെ എന്നെ? അവൾ അത്രയും പറഞ്ഞ് അവരെ തന്നെ നോക്കി. ഇവൻ പറഞ്ഞിരുന്നു മോളെയും കൂട്ടി ഒരു ദിവസം വരുന്നുണ്ടെന്ന്. പക്ഷെ ഇന്ന് വരുന്നു പറഞ്ഞില്ല. അത്രയും പറഞ്ഞ് അവൻ്റെ തലക്കിട്ട് കൊട്ടുമ്പോൾ അവൻ നിന്ന് ചിരിച്ചു. അപ്പം അമ്മയ്ക്ക് എന്നെ അറിയായിരുന്നോ? അവൾ അതിശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. തൽക്കാലം മോൾ ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ, അമ്മെല്ലാം പറയാം. അത്രയും പറഞ്ഞ് അവരുടെ കരങ്ങൾ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്നും മനസ്സിലാവാതെ അവനെയും അവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് നടന്നു കയറി. അവർ അവളെയും കൊണ്ട് വന്നു നിന്നത് അവിടെയുള്ള ഒത്ത വലിയ ഹാളിലായിരുന്നു. അവൾ അവിടെയെല്ലാം കണ്ണോടിച്ചു. പുറത്തുനിന്ന് നോക്കുന്നേക്കാൾ വലിപ്പം തോന്നി അവൾക്ക് അവിടെ കണ്ടപ്പോൾ. അവൾ ചുറ്റും കണ്ണോടിച്ചു. എല്ലാം നന്നായി ചിട്ടപ്പെടുത്തി അതാത് സ്ഥലങ്ങളിൽ തന്നെ വെച്ചിട്ടുണ്ട്. വല്ലാത്ത മനോഹാരിത തോന്നി അവൾക്ക് ആ വീടിനോട്. അവളുടെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് മല്ലിക വിളിച്ചു. മോളെന്താ ആലോചിച്ച് നിൽക്കുന്നേ? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് ഒന്ന് ചിരിച്ചു. മോൾ ഇവിടെ ഇരിക്ക്, അമ്മ കുടിക്കാൻ എന്തേലും എടുത്തിട്ട് വരാം. അത്രയും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി. അവൾ അവിടെയുള്ള സോഫയിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അനിരുദ്ധ് വന്നു. എന്നാൽ അവളെ ഒന്ന് നോക്കി കണ്ണുരുട്ടിയ ശേഷം അവന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറിപ്പോയി. പിന്നിൽ നിന്ന് അർച്ചന വിളിക്കുന്നത് കേട്ടിട്ടും അവൻ അവളെ തിരിഞ്ഞു നോക്കിയില്ല. കുറച്ച് കഴിഞ്ഞത് മല്ലിക ഒരു ഗ്ലാസ് ജ്യൂസ് നിറയെ കേക്കുമായി അവൾക്കരികിൽ വന്നു. അവർ അവിടെയുള്ള ടേബിളിൽ അതെല്ലാം വെച്ച ശേഷം അവൾക്ക് അഭിമുഖമായിരുന്നു. മോളെന്താ പേടിച്ചു നോക്കുന്നേ? എന്നെ കണ്ടിട്ടാ? ഏയ് എങ്കിൽ പിന്നെ അതെടുത്ത് കുടിച്ചൂടെ? ജ്യൂസ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയത് മല്ലിക അവരെ നോക്കി പറഞ്ഞു. മോൾക്കറിയുമോ, അനിരുദ്ധിൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ അവനന്ന് ഡിഗ്രി പഠിക്കുന്നു. അവൻ്റെ താഴെയുള്ളത് അർജുൻ, അവനന്ന് 10th-ലും. അനിരുദ്ധിൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അവനൊരു പോലീസ് ഓഫീസർ ആവണം എന്നത്. അവൻ്റെ അച്ഛൻ പോകുമ്പോൾ മാനസികമായി ഞാൻ ഒരുപാട് തളർന്നിരുന്നു. അന്ന് എനിക്ക് ധൈര്യം തന്നത് എൻ്റെ മകനാണ്. അതിനുശേഷം ജീവിതത്തോട് തന്നെ ഒരു വാശിയായിരുന്നു. പഠിച്ച അച്ഛൻ ആഗ്രഹിച്ച നിലയിലെത്തുക, അത് നേടുക തന്നെ ചെയ്തെൻ്റെ മകൻ. അപ്പോഴും എന്നെയും അർജുനെയും ഒരു കുറവ് വരുത്താതെ തന്നെ നോക്കി. നമുക്ക് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി ജീവിക്കാൻ മറന്നു പോയിരുന്നു. അർജുനെ ഡോക്ടറാക്കണമെന്ന ആഗ്രഹം അതവൻ നേടി. അവൻ സ്നേഹിച്ച പെണ്ണിനെ തന്നെ അവൻ്റെ ജീവിതത്തിലേക്കും കെട്ടിപ്പിടിച്ച് കൊടുത്തു എൻ്റെ മകൻ. എൻ്റെയും അവൻ്റെയും ആഗ്രഹങ്ങൾ നേടാനുള്ള ഓട്ടത്തിൽ അവൻ്റെ പല ആഗ്രഹങ്ങളും അവൻ വേണ്ടെന്ന് വെച്ചു. ആദ്യമായ അവൻ എന്നോടൊരാഗ്രഹം പറയുന്നത് അത് മോളെ ഇഷ്ടമാണെന്നുള്ളത്. അവൻ എന്തുണ്ടെങ്കിലും എന്നോട് പറയും. മോളെ കണ്ട അന്ന് തൊട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. മോളറിയാതെ എടുത്ത ഫോട്ടോയും കാണിച്ചു തന്നു. അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ മരുമോളാക്കി കൊണ്ടുവരട്ടെ ഞാൻ എന്ന് ചോദിച്ചേ.
അവൻ്റെ സന്തോഷമായ എൻ്റെയും സന്തോഷം. അവനെപ്പോഴും ഈ സന്തോഷത്തോടെ ഇരിക്കണം. അവൻ്റെ കണ്ണു നിറഞ്ഞ എനിക്ക് സഹിക്കാനാവില്ല. അപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ അർച്ചനയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ അവർക്കടുത്തേക്ക് ഓടിച്ചെന്നിരുന്നു. അവർ അവളെ നോക്കി പറഞ്ഞു, മോള് എൻ്റെ അനിയുടെ ഭാര്യയായി വരുമോ ഇവിടേക്ക്? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നിന്നെ. അത്രയും പറഞ്ഞവർ ദയനീയമായി അവനെ നോക്കി. അതിനമ്മന്തിനെ കരയുന്നേ? അമ്മയ്ക്കറിയാവോ, ഏട്ടനെ എനിക്കിഷ്ടമാ. എന്നോട് ഓരോ പ്രാവശ്യം ഓരോ വഴക്കുണ്ടാക്കുമ്പോൾ എല്ലാം ആ ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് സമ്മതമാ അദ്ദേഹത്തിൻ്റെ നല്ല ഭാര്യയാവാൻ, ഒപ്പം ഈ സുന്ദരി അമ്മയുടെ മരുമോളാവാനും. അത്രയും പറഞ്ഞതും അവർ അവളെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ മുത്തി. എന്നിട്ട് മുന്നിലേക്ക് നോക്കി പറഞ്ഞു, കണ്ടോടാ എൻ്റെ മോള് പറഞ്ഞത്. അപ്പോഴേക്കും അവർ നോക്കിയ സൈഡിലേക്ക് അർച്ചനയും നോക്കി. അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന അനിരുദ്ധിനെ കണ്ടതും ഒരു ചമ്മലോടെ അവൾ മുഖം താഴ്ത്തി. മതി അമ്മയും മോളും സംസാരിച്ചത്. ഇരുട്ടു മുന്നേ ഇവളെ തിരിച്ചെത്തിക്കേണ്ടതാ എനിക്ക്. ഞാനത് മറന്നു. മോളിരിക്ക്, അമ്മ രണ്ടാൾക്കും കഴിക്കാനെടുക്കാം. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കാതെ പോകാമെന്ന് കരുതണ്ട. അത്രയും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് പോയതും അനിരുദ്ധ അവൾക്കടുത്തേക്ക് മീശ പിരിച്ചു നടന്നു വരാനാഞ്ഞതും അവൾ ഇരുന്നിടത്ത് നിന്നും എണീറ്റ് പിന്നിലേക്ക് നീങ്ങി. നീ എങ്ങോട്ടേ പോകുന്നേ? കുറച്ചു മുന്നേ അമ്മയോട് പറയുന്ന കേട്ടല്ലോ എന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ പിന്നെ ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വേണോ? ഞാൻ അമ്മയോടാ പറഞ്ഞ് ഇഷ്ടമാണെന്ന്, അല്ലാതെ നിങ്ങളോട് ഇതുവരെയും പറഞ്ഞില്ല. അത്രക്കായോ? എങ്കിൽ നിന്നെക്കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഞാൻ ഇന്നിവിടെ നിന്നും നിന്നെയും കൊണ്ട് പോകുന്നുള്ളൂ. അത്രയും പറഞ്ഞ് അവൾക്കടുത്തേക്ക് പോകുന്നതും അവൾ പിന്നിലേക്ക് ഓടി. പിന്നാലെ അവനും. അവൾ വേഗം അവിടെ കണ്ട മുറിയിലേക്ക് കയറി വാതിലടക്കാനാഞ്ഞതും അവൻ ആ ഡോറ് ശക്തിയായി തുറന്ന് അകത്തേക്ക് കയറി കുറ്റിയിട്ടു. അവൾ അവനടുത്തേക്ക് വരും തോറും പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ അവിടെയുള്ള ചെയർ തട്ടി വീഴാൻ പോകും മുന്നേ അനിരുദ്ധ അവളെ പിടിച്ച് അവൻ്റെ കരങ്ങൾക്കുള്ളിലാക്കിയിരുന്നു. അവൻ അവളെയും കൊണ്ട് അവിടുത്തെ അടഞ്ഞു കിടന്ന ഡോറിലേക്ക് ചേർത്ത് നിർത്തി. നിങ്ങളെന്തേ കാണിക്കാൻ പോകുന്നേ? അത് മോള് കാണാൻ പോകുമല്ലേ. ചേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് മോള് തന്നെ പറ എങ്ങനെയുണ്ടെന്ന്. ഒരു കള്ളച്ചിരിയോട് അത്രയും പറഞ്ഞ് അവൾക്ക് ആലോചിക്കാൻ തന്നെ സമയം കൊടുക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് കവർന്നെടുത്തു. അവൾ നിന്ന നിൽപ്പിലൊന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവനെ ചേർത്തള്ളി പിടിച്ചു. ഏറെ നേരത്തെ ചുംബനത്തിനു ശേഷം അവളിൽ നിന്നും അവിടർന്നു മാറിക്കൊണ്ട് ചോദിച്ചു, അപ്പം എങ്ങനെയാ, ചേട്ടനെ ഇഷ്ടമല്ലേ മോൾക്ക്? അവളിൽ നിന്ന് തലയാട്ടിയതും വീണ്ടും അവളുടെ ചുണ്ടുകളിൽ അവൻ കവർന്നെടുത്തു. അവൾ കിതച്ചുകൊണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, എനിക്കിഷ്ടവാ ഒത്തിരി. ഇനി എനിക്ക് താങ്ങാൻ ത്രാണിയില്ല കേട്ടോ. വേണമെങ്കിൽ ബാക്കി നാളെ തന്നാൽ മതി. ഒരു ചിരിയോടെ കിതച്ചുകൊണ്ട് അവനെ നോക്കിയത് പറയുമ്പോൾ ഡീ കള്ളി എന്ന് പറഞ്ഞ് അവളെ അവനെടുത്ത് വട്ടം കറക്കി. അനിരുദ്ധിനും അമ്മയ്ക്കൊപ്പം സന്തോഷത്തോടെ ആഹാരം കഴിച്ച ശേഷം നാട്ടിലെ അച്ഛൻ്റെ നമ്പറും കൊടുത്തിട്ടാണ് പോകുന്നത്. അച്ഛനെ വിളിച്ചത്രയും വേഗം കല്യാണക്കാര്യം പറയണമെന്ന് പറഞ്ഞതും അർച്ചനയുടെ മുഖം നാണത്താൽ ചുവന്നു. തിരിച്ചവളെ ഫ്ലാറ്റിലാക്കിയ ശേഷം അനിരുദ്ധ് അവിടെ നിന്നും മടങ്ങിപ്പോയിരുന്നു. രാവിലെ പല്ലവി കണ്ണുകൾ തുറക്കുമ്പോൾ പല്ലവിയുടെ വയറ്റിലൂടെ ചുറ്റിക്കിടക്കുന്ന കർണൻ്റെ കരങ്ങളാണ് കണ്ടത്. അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവൻ്റെ കരങ്ങളെടുത്ത് ചുണ്ടോട് ചേർത്ത് അതിൽ മൃദുവായി മുത്തി. പിന്നെ മെല്ലെ അതിൻ്റെ കരങ്ങളെടുത്ത് അവളുടെ മാറോട് ചേർത്ത് വെച്ച് വീണ്ടും കണ്ണുകൾ അടച്ചു. ഏറെ നേരം കഴിഞ്ഞ് പല്ലവി മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ മിത്തുമോൾ ചുമരോട് ചേർന്ന് കമിഴ്ന്ന് കിടന്ന് വായിൽ കരങ്ങളിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ മിത്തുമോളെ ഒന്ന് തലോടിയ ശേഷം കണ്ണൻ്റെ സൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന് അവനെ നോക്കി. അവൻ കണ്ണുകൾ പൂട്ടി തന്നെ കിടപ്പുണ്ട്. അവൾ ഏറെ നേരം അവനെ തന്നെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ നോക്കിക്കിടന്നു. ഇങ്ങനെ എന്നെ തന്നെ നോക്കി കിടക്കാനാണോ പ്ലാന്? അത് കേട്ടതും പല്ലവി അവനെ അമ്പരപ്പോടെ നോക്കി. എന്നാൽ അവൻ അപ്പോഴും കണ്ണുകൾ തുറന്നിരുന്നില്ല. അപ്പോൾ കണ്ണേട്ടൻ ഉറക്കമായിരുന്നില്ലേ? അവൾ അവനെ തന്നെ നോക്കി ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം എന്നോണം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനാഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ വീണിരുന്നു അവൾ. അപ്പോഴും അവൻ അവളെ നോക്കാതെ കണ്ണടച്ച് കിടന്നതും ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കിയതും നിമിഷങ്ങൾക്കുള്ളിൽ അവളെയും കൊണ്ട് അവൻ മറിഞ്ഞതും ഒപ്പം തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കുകയും ചെയ്തു. പല്ലവിയുടെ കണ്ണുകൾ ഒരു നിമിഷം വിഴിഞ്ഞു പോയിരുന്നു. എന്നാൽ അവൻ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു. അതിൻ്റെ ഫലമായി അവൻ ആവേശത്തോടെ
അവളെ മതിമറന്ന് ചുംബിക്കുമ്പോൾ അവനെ വിധേയമായി അവളും കിടന്നിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാൻ തോന്നിയില്ല. അവളിലേക്ക് ഇത് പറഞ്ഞിട്ടും അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റാതെ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ മാറി മാറി നുണഞ്ഞുകൊണ്ട് തന്നെയിരുന്നു. മിത്തുമോളുടെ കുണുങ്ങിയുള്ള കരച്ചിലാണ് കർണനെ പല്ലവിയിൽ നിന്നും അടർന്നു മാറാൻ പ്രേരിപ്പിച്ചത്. അവൻ അവളിൽ നിന്നും അടർന്നു മാറി മിത്തുമോൾ കരികിൽ കിടന്നു. എന്നിട്ട് മിത്തുമോളെ അവൻ്റെ നെഞ്ചിലേക്ക് എടുത്ത് കിടത്തിയ ശേഷം ഒരു കരം കൊണ്ട് പല്ലവിയെ അവൻ്റെ നെഞ്ചോരം ചേർത്ത് കിടത്തി. മഹേശ്വരിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ദത്തൻ. മഹേശ്വരി അവൻ്റെ മുടിയിഴകളെ തഴുകിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ സാരിയിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നതും അവർ അവനെ എഴുന്നേൽപ്പിച്ച് അവർക്ക് അഭിമുഖമായിരുത്തി. എന്തിനാ നീ ഇപ്പം കരയുന്നേ? സന്തോഷിക്കുകയല്ലേ വേണ്ടതിപ്പോൾ? നീ ആഗ്രഹിച്ച പോലെ കർണനോട് സത്യങ്ങൾ പറയാൻ പറ്റിയില്ലേ നമുക്ക്? ശരിയാ അമ്മ പറഞ്ഞത്, സത്യങ്ങൾ പറയാൻ കഴിഞ്ഞു. കർണനോടെല്ലാം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ കൂടിയിരുന്ന ആ ഒരു അസ്വസ്ഥത മാറിക്കിട്ടി. എങ്കിലും അനു, അവളുടെ നഷ്ടം അതൊന്ന് തീരാ ഒരു നഷ്ടം തന്നെയല്ലേ അമ്മേ? ജീവിതം അങ്ങനെയാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്നവരുമാകും നമ്മളിൽ നിന്നും ആദ്യം അകന്നു പോകുന്നത്. നിന്റെ അച്ഛൻ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ ഒരംശം പോലും ആ മനുഷ്യൻ്റെ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മകനോട് പോലും എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനോ ചിലവഴിക്കാനോ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു നിന്നത് എൻ്റെ ഏട്ടനോടും മകളോടും ആയിപ്പോയി. ഒരുപക്ഷെ എൻ്റെ കണ്ണുകളെ തന്നെ മൂടിക്കെട്ടിയിരുന്നത് കൊണ്ടാവാം. അതും അവരുടെ ചതിയുടെ സ്നേഹത്തിൽ. അവിടെ എൻ്റെ മകനെയോ ഭർത്താവിനെയോ കണ്ടില്ല. അതുകൊണ്ട് നഷ്ടം അതെനിക്ക് തന്നെയായിരുന്നില്ലേ? നിന്റെ അച്ഛനോടൊപ്പം ഒരുപാട് നാൾ ജീവിക്കേണ്ട എന്നെ സ്വന്തം ഏട്ടൻ തന്നെ അനിയത്തിയുടെ താലി അറുത്ത് വിധവയാക്കി. എൻ്റെ മകനെ പോലും അയാൾ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. പക്ഷേ ഞാനതെല്ലാം മറക്കാൻ നോക്കുക. ഓർക്കുമ്പോൾ വീണ്ടും വീണ്ടും അതൊക്കെ എന്നെ തളർത്തുന്ന പോലെ ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ ശീലിക്കുക. നിന്റെ അച്ഛനെയും അമ്മയെ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാവാം ദൈവം പെട്ടെന്ന് വിളിച്ചത്. ആ അച്ഛൻ്റെ നല്ല മനസ്സ് കണ്ടിട്ട്. പോയവർ പോയില്ലേ, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല അവരാരും. പക്ഷേ അവർക്ക് വേണ്ടി ഒന്ന് ചെയ്യാനാവും. അവരെ നമ്മളിൽ നിന്നും അകറ്റി അവരുടെ മരണത്തിൽ സന്തോഷിച്ചവരുടെ മരണം. ജീവിക്കുന്ന ഓരോ നിമിഷവും മരണഭയത്താൽ നീറി മരിക്കണം അവർ. ഇനി അധികം ആയുസ്സില്ല അവർക്കൊന്നും. നാളെ കർണനെ ഒന്നുകൂടെ കാണണം. പലതും തീരുമാനിക്കാനും കണക്ക് കൂട്ടാനുമുണ്ട്. ഇനി വൈകിക്കൂടാ ഒന്നിനും. സൂക്ഷിച്ചു വേണം. സത്യം നമ്മൾ അറിഞ്ഞു എന്നറിഞ്ഞ അച്ഛനും മകളും ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അറിയാം അമ്മേ, കർണൻ അവൻ കൂടെയുള്ളപ്പോൾ നമ്മളല്ല അവരാ പേടിക്കേണ്ടത്. അത്രയും പറയുമ്പോൾ തന്നെ ജനാർദ്ദനെയും മകളെയും ചുട്ടരിക്കാനുള്ള പക അവനുള്ളിൽ ആളിക്കത്തി. പ്ലീസ് അമ്മേ, കഴിക്ക് കുറച്ചെങ്കിലും. ഇന്നലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട മോളെ. എൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ മരവിച്ചു പോയിരിക്കുന്നു. അവർ അത് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീറിറ്റു വീണു. എനിക്ക് മനസ്സിലാവും അമ്മയുടെ സങ്കടം. സ്വന്തം മകളുടെ നീചമായ മരണം അതൊരിക്കലും ഒരമ്മയ്ക്കും സഹിക്കാനാവില്ല. എങ്കിലും അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. പറ്റുന്നില്ല മോളെ എനിക്ക്. എൻ്റെ മോള് ഒരസുഖം വന്ന് മരിച്ചു പോയിരുന്നുവെങ്കിൽ ഇത്രയും വിഷമം കാണില്ല. അത് ഞങ്ങളുടെ വിധിയെന്നോർത്ത് സമാധാനിച്ചേനെ. പക്ഷേ ഇത് അച്ഛനും അമ്മയും അവളെ ജീവന് തുല്യം സ്നേഹിച്ചവനും കുടുംബക്കാരും ഉണ്ടായിട്ടും എൻ്റെ മോളെ പിച്ചി ചീന്തിയില്ലേ? അതിനയാളുടെ മകൾ തന്നെ കൂട്ടുനിന്നില്ലേ? എങ്ങനെ തോന്നി അവൾക്ക്? എൻ്റെ മോളും അവളുടെ പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ മോളെ സ്വന്തം തന്തയ്ക്ക് തന്നെ പിച്ചി ചീന്താൻ എറിഞ്ഞു കൊടുത്തില്ലേ? ഓർക്കുമ്പോൾ അറിയില്ല, എനിക്ക് തന്നെ ആദി കയറുക. എൻ്റെ സമനില തെറ്റും പോലെ തോന്നുക. എൻ്റെ മോളുടെ മരണത്തിന് കാരണമായവരുടെ നാശം കാണാതെ എനിക്കിനൊരിറ്റ ആഹാരം പോലും കഴിക്കാനാവില്ല. അവരുടെ നാശം അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. വാതിൽക്കൽ നിന്ന് ഉറച്ച ശബ്ദത്തോടെ ആ വാക്കുകൾ പറഞ്ഞ കർണനിൽ തന്നെ പല്ലവിയുടെയും രേവതിയുടെയും കണ്ണുകൾ ചെന്നു നിന്നു. കർണൻ വേഗമകത്തേക്ക് വന്ന് രേവതിക്കരികിലായിരുന്നു. എന്നിട്ട് അവരുടെ കരങ്ങൾ അവൻ്റെ കരങ്ങൾക്കുള്ളിലേക്ക് ഒതുക്കി വെച്ചു. അനുവിൻ്റെ മരണത്തിന് കാരണം അച്ഛനെന്ന് കരുതി നടക്കുമ്പോൾ അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ പെറ്റമ്മ ഉൾപ്പെടെ പറഞ്ഞിട്ടും ഞാൻ ചെവി കൊണ്ടില്ല. അന്നത്തെ തെളിവുകളെല്ലാം അച്ഛനെതിരായിരുന്നത് കൊണ്ടാവാം. അതുപോലെ തന്നെ അച്ഛനും ഞാനും തമ്മിൽ നടന്ന അന്നത്തെ പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും അച്ഛനെന്ന് തന്നെ ഉറപ്പിച്ച് വിശ്വസിച്ചു. അന്ന് അനിരുദ്ധ വന്ന് അച്ഛനല്ലെന്ന് പറയുമ്പോൾ മനസ്സിന് തണുപ്പ് തോന്നി.
എൻ്റെ അനുവിൻ്റെ മരണത്തിന് കാരണം എൻ്റെ അച്ഛനല്ലല്ലോ എന്നോർത്ത്. അപ്പോഴും മറഞ്ഞിരുന്ന ശത്രുവിനെ മാത്രം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ആ ശത്രു ആരെന്ന് എൻ്റെ മുന്നിൽ വ്യക്തമാണ്. ഇത്രയും നാൾ ഞങ്ങളിലെ സന്തോഷമെല്ലാം പറിച്ചെടുത്ത് സന്തോഷിച്ചില്ലേ? ഇനി അവരിലെ സന്തോഷം അത് അവർക്ക് വേണ്ട. ഈ ലോകത്ത് വെച്ച് എത്രത്തോളം ക്രൂരമായ മരണം കൊടുക്കാൻ പറ്റുമോ അതുപോലെ ഒരു മരണം കൊടുത്തിരിക്കും ഞാൻ അവർക്ക്. ഇത് അമ്മയുടെ കർണൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. അത് കേട്ടതും രേവതിയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവൻ്റെ മൂർത്താവിൽ അവർ ചുണ്ടുകൾ ചേർത്ത് അവനെ ചേർത്ത് പിടിച്ചു. പല്ലവിയുടെ കണ്ണുകളും അത് കണ്ട് നിറഞ്ഞിരുന്നു. നീ അപ്പോൾ അവളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചോ? കിരൺ സഞ്ജയെ നോക്കി ചോദിച്ചു. കൊല്ലാതെ പിന്നെ? ഇനിയും അവളെ കൊല്ലാതെ വിട്ടോ എൻ്റെ പല്ലവി അവൾ എന്തെങ്കിലും ചെയ്യും. അവൾ കാരണം പല്ലവിയുടെ ദേഹത്തൊരു പോറൽ വീഴാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ പല്ലവിക്ക് വേണ്ടിയിട്ടാണോ അവളെ നീ കൊല്ലാൻ പോകുന്നത്? അതിന് സഞ്ജയ് ഒന്ന് ചിരിച്ചു. കിരണൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. പല്ലവിക്ക് വേണ്ടി മാത്രമല്ല, മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് അവളെ. അതിന് നിൻ്റെ അമ്മയെ കൊന്നത് അയാളല്ലേ, ജനാർദ്ദൻ? അപ്പോൾ അയാളെയല്ലേ ആദ്യം കൊല്ലേണ്ടത്? അല്ല, അയാൾ മരിക്കാൻ സമയമായിട്ടില്ല. ആദ്യം അയാളുടെ മകൾ മരിക്കണം. അവളുടെ ക്രൂരമായ മരണം കണ്ട അയാൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ കാൽ കിഴൽ വീണ് കേഴണം അയാളുടെ ജീവന് വേണ്ടി. അപ്പോൾ കൊല്ലും ഞാൻ അയാളെയും ഇഞ്ചിഞ്ചായി. എൻ്റെ അമ്മയെ ആരുമില്ലാത്തവളാക്കി തെരുവിലിറക്കിയവനാവൻ. എന്നെയും കൊണ്ട് അയാളുടെ കാൽക്കൽ വീണ് ഒരു ജീവിതത്തിന് വേണ്ടി യാചിച്ച എൻ്റെ അമ്മയെ അയാൾ ആട്ടിപ്പായിപ്പിച്ചു. അമ്മയുടെ കയ്യിൽ ഭദ്രമായി ഉറങ്ങുന്ന അന്നത്തെ എൻ്റെ മുഖത്തേക്ക് അയാൾ പണം വലിച്ചെറിഞ്ഞു. ഹോട്ടലിൽ പാത്രം കഴുകിയും വീടുകളിൽ ജോലി ചെയ്തും എൻ്റെ അമ്മ എന്നെ വളർത്താൻ നോക്കുമ്പോൾ അവിടെയും വന്ന് ദ്രോഹിച്ചില്ലേ? അയാൾക്കൊരു ദ്രോഹവും ചെയ്യാതെ എന്നെയും കൊണ്ട് മാറി ജീവിച്ച എൻ്റെ അമ്മയെ, അവസാനം എൻ്റെ അമ്മയെ കൊന്നില്ലേ അയാൾ? എനിക്കാരുമില്ലാതെ ആക്കിയില്ലേ? എൻ്റെ ജീവിതം തന്നെ ഇത്രയ്ക്ക് നശിക്കാൻ കാരണം തന്നെ അയാളല്ലേ? അയാൾ ഒറ്റ ഒരുത്തൻ. പല്ലവിയെ കാണാതിരുന്നെങ്കിൽ ഞാൻ വീണ്ടും അതേപോലെ വൃത്തികെട്ട ജീവിതം തന്നെ നയിക്കേണ്ടി വന്നേനെ. ഇന്ന് എന്നിലെ മാറ്റം അതവൾ കാരണം അവളിൽ ഞാൻ എൻ്റെ അമ്മയെ കാണുന്നുണ്ട്. എൻ്റെ അമ്മയെ എന്നിൽ നിന്നും അയാൾ അകറ്റിയപ്പോൾ ഞാൻ നേറിയ അതേ വേദന ഏതായാലും അയാളും അനുഭവിക്കണം. അത് ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. അതിനുശേഷം എൻ്റെ പല്ലവിയെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ ദൂരേക്ക് പോകണം. ആരും ഞങ്ങളെ തേടി വരാത്തത്രയും ദൂരേക്ക്. അതിന് പല്ലവിയെ കണ്ണൻ വിട്ടുതരുമോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? തന്നില്ലെങ്കിൽ അവൾക്ക് വേണ്ടി, അവളുടെ പ്രണയത്തിനു വേണ്ടി അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല. അത്രയും പറഞ്ഞ് സഞ്ജയ് അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ കിരൺ അവനെ തന്നെ നോക്കിയിരുന്നു.